അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ബാങ്കോട്ട് വരും. നിങ്ങളെ കാത്താണ് ഞാൻ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു വഴിക്ക് പോവാണ്ട്. അനീഫ്ക്ക, നമ്മളെ കല്യാണ പരിപാടി സൂപ്പറായില്ലേ? പൊതുവെയുള്ള അഭിപ്രായം എന്താ? നമ്മളെ പരിപാടി ഞാൻ ഉദ്ദേശിച്ചമാതിരി നിങ്ങൾക്ക് നടത്തി തരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ സന്തോഷവാനാണ്. നിങ്ങളെ പോലത്തെ റേഞ്ചിലുള്ള ആൾക്കാരെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ, നമുക്ക് ഉഷാറാക്കി കൊടുക്കാം. നമ്മളെ ഈ കല്യാണ പരിപാടി കണ്ടിട്ടേ നമ്മളെ സ്നേഹിതന്മാര് എറണാകുളത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്ന് വന്നോല് ഈ ടീമിനെ ഞങ്ങൾക്കും ഒന്ന് ഏൽപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെങ്കിലും നമുക്ക് നല്ല നില നടത്തി കൊടുക്കാം. നമ്മളെ ഈ ഇവന്റില് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? നിങ്ങൾ നടത്തിയ പരിപാടിയില് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങൾക്കൊരു 3.25 ലക്ഷം രൂപ കൂടി നമ്മൾ പറഞ്ഞ കരാറ് പ്രകാരം ബാക്കിയുണ്ട്. അത് 3.75 ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ റാഹത്താണ്. പിന്നെ അടുക്ക് ഇത് കുറച്ച് പൈസയാണ്. എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല. അന്ന് വന്ന എല്ലാ പണിക്കാർക്കും ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങളാണ്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ പോവാൻ. ഓക്കെ. എന്താ സുക്കുറെ, ചായക്കൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞിക്കണേ മജിയൊക്കെ ചായയുടെ ഇത്ര നേരം ഇങ്ങോട്ട് പറഞ്ഞിട്ട് പരിപാടി ഒന്നുമില്ലേ? വെറുതെ ഇങ്ങനെ ഒരു മേക്കാച്ചിൽ ഇങ്ങനെ നടക്കണേ. ഇന്നൊരു കാര്യം ചെയ്യേ, ഇതിന്റെ കൂടെ കൂടിക്കോ. നമ്മളെ പുതിയ ബ്രാൻഡ് ഉണ്ട്, വി പവർ ഇൻവെർട്ടർ ബാറ്ററി. അതിന്റെ ലൈനിലൊക്കെ എത്തിക്കാം. നമുക്കിപ്പോ എത്തിച്ചിട്ട് എത്തണില്ല ഓരോ ഭാഗങ്ങൾക്ക്. എന്റെ ഇൻവെർട്ടർ അല്ലേ വി പവർ എന്നല്ല എന്റെ പേര്? അതിനുള്ള എന്റെ പേര് ഇജ്ജല് വെച്ചു കൊടുത്തിട്ടുണ്ട്. ചെങ്ങനെ അത് കേട് കഴിഞ്ഞിട്ട് കുടുങ്ങിക്കണം. അത് കേടുന്നിട്ടാണ് വേറെ ഒന്ന് വെച്ചു കൊടുക്കുമ്പോ അയിമന്ന് കമ്മീഷൻ എനിക്ക് പറ്റാൻ. എന്റെ പേരിലെ ഇൻവെർട്ടർ കയറി ചെയ്ത് തൽക്കാലം കാത്തിരിക്കണ്ട. കാരണം അത് എന്റെ വാപ്പയാണ് ആള്. അപ്പൊ അതെങ്ങാനും വല്ല കംപ്ലൈന്റോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചുടലപ്പറമ്പിൽ പേര് വെച്ച മാതിരി കാരണം ഒരു സുഖം എനിക്ക് ഉണ്ടാവില്ല. പക്ഷെ പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോരെ. ഞാൻ ആരായാലും പണിക്കൊന്നും പോകുന്നില്ല. പിന്നെ എനിക്ക് പണിക്ക് പോയിട്ടൊന്നും വേണ്ട. എന്റെ കാരണൂര് ഗൾഫിലാണ്. കുറെ നേരമല്ലോ ചായ കടി നിർമ്മാണ വേണ്ട. ബാപ്പാക്ക് നല്ല മുതലുണ്ട് നാട്ടില്. കവുങ്ങായിട്ടും തെങ്ങായിട്ടൊക്കെ. അത് പെറുക്കി വിറ്റാൽ തന്നെ എനിക്കിവിടെ മര്യാദക്ക് ജീവിച്ച. സുഖുറ എന്റെ ഒക്കെ ഒരു ഭാഗ്യട്ടാ. നയിച്ചാതെ നിന്നാലോ ഈ ചായക്കായി കൊടുക്കണം കേട്ടാ. ചായക്കായി ഞാൻ കൊടുത്തോളാം. അതൊന്നും പ്രശ്നമില്ല. മാണെങ്കിൽ എനിക്ക് പൊറാട്ടയും ബീഫും തിന്നു. പിന്നെ അനീഫാക്കാന്റെ മോളെ കല്യാണത്തിന് എന്നെ കണ്ടില്ല. ഇതൊക്കെ പോയിനു. എടാ ഞാൻ വന്നിട്ടില്ല. അത് വലിയ നഷ്ടമായത്. ഞാൻ അന്ന് ആ മോമാലിന്റെ ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടായിരുന്നു. ആ കൂടലൂർ കൊണ്ടുവന്നേ. അപ്പൊ അതിന്റെ ഫിറ്റിങ്ങിന്റെ ആ പരിപാടിക്ക് വേണ്ടി ആണ്ട് പോയത്. തന്നെ നിനക്ക് വലിയ നഷ്ടമായിട്ടോ. എന്തെല്ലാം സാധനങ്ങൾ തിന്നാണ്ടായിന്ന് അറിയോ? അതിന് സുഖറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നമ്മളെ അബോക്കാന്റെ മോളെ കല്യാണം ഉണ്ടല്ലോ, അന്ന് നോക്കാം. നമുക്ക് അന്നൊരു കൊടുത്താം നന്നായിട്ടാണ് ഇരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ ട്രിപ്പില്. ആ കല്യാണത്തിനെ ഞാൻ പോവില്ല. എന്റെ ബാപ്പാട് പോകും. എന്താ പിജാ പറയണ്ടേ? എന്താ അബോഖാനായിട്ട് എന്താ പ്രശ്നമുള്ളത്? എനിക്ക് അയാളൊരു കുഴപ്പമില്ല. ആണ് തൊള്ളിയും പൊളിച്ച് ചെന്നാ പറ്റൂല. കായ് കറിയാണത്. കവറിലിട്ട് കണ്ട് മിനിമം 500 രൂപ കൊണ്ടോണ്ടി വരും. അതൊക്കെ ബാപ്പാനെ ഏൽപ്പിച്ച ബാപ്പാണ് കൊടുത്തോളൂ. വെറുതെ അല്ലേ ബാപ്പാനെ പറഞ്ഞേക്കണേ? ഇതൊക്കെ വല്ലാത്ത നായാട്ടാ. ഞാൻ വെറുതെ പറഞ്ഞല്ല. അനീഫാഖാന്റെ മോളെ കല്യാണത്തിനെന്ന് ഞാൻ ഓഡിറ്റോറിയൊക്കെ ഇങ്ങനെ മേപ്പെട്ട് ഇങ്ങനെ നോക്കി കാണുന്നു. മൂപ്പര് വിചാരം മേൽനോട്ടൊക്കെ എനിക്കാണെന്ന്. ഞാൻ പോരാൻ നേരത്ത് പോവാന്ന് പറഞ്ഞപ്പോഴേ ഒരു 1000 രൂപ എടുത്ത് എനിക്ക് എടുത്തു. കിട്ടുന്നിടത്തേക്കല്ല പോവാ ചങ്ങ, അല്ലാതെ കൊടുക്കുന്നിടത്തേക്കാ പോണ്ടി. ഊളക്കേങ്ങ് കൊടുത്തുള്ള പെരിച്ചായി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആ കൂടുതൽ പറ്റാണ്. എടാ കായുള്ളവരെ കല്യാണത്തിന് മാത്രം പോയാ പോരാ. പാവപ്പെട്ടവന്റെ കല്യാണത്തിന് വേണമെന്ന് പോയി സഹായിച്ചു കൊടുക്കുക. അങ്ങനെ വെറുതെ എടുത്തു കൊടുക്കാനേ ഇന്റെ അടുത്തോട് ഒഴിഞ്ഞ കായ് അതൊക്കെ പൈസക്കാര് കൊടുത്താണ് സഹായിച്ചോളൂ. സുക്കുറ ചായ കഴിഞ്ഞല്ലടാ. ഈ നേരത്തെ ഇറച്ചി പൊറോട്ടയൊക്കെ വാങ്ങി തരാന്ന് അറിഞ്ഞു. മജിനാക്കാ ഇറച്ചിയും പൊറോട്ട ഉണ്ട് അവിടെ? ബീഫും പൊറോട്ട കഴിഞ്ഞിക്കണേ. ഓ ഭാഗ്യം. ക്ലാസ് നടത്തുന്നുണ്ട്. വീഡിയോക്കാരെ വരുന്നിട്ടേ വലിയ വർത്താനം പറയാൻ നിങ്ങളൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ കുറ്റം പറഞ്ഞ അപ്പൊക്കെ പൈസക്ക് തൊണ്ടുന്ന അവസ്ഥയെ ഞാൻ കണ്ടതാണ്. അങ്ങനത്തെ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ. മറിയമ്മ വന്നീനടി. കല്യാണം ഇവിടെ ആയി തുടങ്ങിയല്ലോ. ഇന്നെ അബുവാണ് എന്നെ കണ്ടിട്ടില്ല. ഓൻ ചിലപ്പോ ഇനി വരുവൈക്കാരം. പിന്നെ കായിന്റെ കാര്യത്തിന് എന്തേലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്നോട്. ആ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ ഓള് 4-5 പവൻ എടുത്തുക്കണു. ആ പൈസ തന്നെ ജ്വല്ലറിയിൽ കൊടുക്കാനാണ്. ഇനി നാട്ടുകാരൊക്കെ സഹായിച്ചെന്നുള്ളൊരു ഇതിലാണ് നിൽക്കണ്ടോ എന്ന് പറഞ്ഞു. എന്തേലൊക്കെ ഒരു സഹായേ ഞമ്മക്കും കൊടുക്കണം. ഓനെല്ലാം പെൺകുട്ടികളല്ലേ, ആൺകുട്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഓന്റെ കൈമന്ന് കിട്ടിയിട്ട് വേണം എല്ലാം കഴിഞ്ഞു പോവാന്. ഓന്റെ ആ വലിയ പെണ്ണിനെ കെട്ടിച്ചാൻ പ്രായമായപ്പോൾ ഞാൻ അബ്ബാസിന് വേണ്ടി ഒന്ന് ചോദിച്ചിരുന്നല്ലോ. എന്നിട്ട് അബ്ബാസ് പോയി കണ്ടൊക്കെ ചെയ്തിരുന്നല്ലോ. അബ്ബാസിന് പറ്റിയും ചെയ്തിരുന്നു. ഓരോ തൃപ്തിക്കാടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിലാണ് ആ പെണ്ണ് പറഞ്ഞത് അബ്ബാസിനെ ഓൾക്ക് പറ്റിയിട്ടില്ല. അബ്ബാസ് കുറച്ച് കറുത്തിട്ടും ആ പെണ്ണ് കുറച്ച് വെളുത്തിട്ടും അല്ലേ? തൊലിവെളുപ്പൊക്കെ ആ പെൺകുട്ടിയെ കുറച്ച് കൂടുതലാണ്. അതന്നെയാണ് നമ്മളെ അബ്ബാസിനെ പറ്റാഞ്ഞതും. ആ അബുവിന്റെ നിറക്കെ എല്ലാ കുട്ടികൾക്കും കിട്ടിക്കണു. എന്നിട്ടിപ്പോ ആ പെണ്ണിനെ കെട്ടിക്കേണ്ടതേ ആ പറമ്പിലെ കുഞ്ഞാനാജിന്റെ ചെക്കനാണല്ലോ. ആ തടിച്ചിട്ട് വിടാവിന് കജിങ്ങാലും വെച്ച മാതിരി ചെക്കണ്ടല്ലോ.
കായ് മുതലും കണ്ട് കെട്ടിച്ചതാണ്. ഓലാണെങ്കിൽ അർത്ഥോടുത്ത് ഇപ്പേക്കാത്ത സൈസാണ് ആ ചെക്കനൊക്കെ. ആ ചെക്കന് നമ്മളെ അബ്ബാസിന്റെ നാറുണ്ടോ? എത്ര നേരം നബീസു ആ ചെക്കന് ചാറ്റും ചാട്ടിന്റെ മൂട്ടുക്ക് നോക്കിയ മാതിരിയാണ്. ഓന്റെ കായ് കണ്ട് ആ പെണ്ണിനാണ് പറ്റിയതാണ്. ഇപ്പത്തെ പെൺകുട്ടിയൊക്കെ ഇപ്പൊ കായാ വേണ്ടത്. ഞാൻ അടിച്ചു പൊടിച്ച് ജീവിച്ചാലോ ഒൽക്ക്. അന്ന് നമ്മളെ അടുത്ത് കുറച്ച് കായ് കുറവായിരുന്നു, അബ്ബാസിന്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞ ആ പെണ്ണിന് പറ്റാഞ്ഞത് നിറം കുറവ് മാത്രമൊന്നും അല്ലേന്നില്ല നബീസു. ആ അപ്പൊ ഓക്കെ, എന്നിട്ട് കയറി ഇരുന്നോളി. ഞാൻ അവിടെ ഇരുന്നോളാം. വന്ന് എടുക്ക ഇറങ്ങിയിട്ടില്ലേ? അപ്പോക്ക ഞാൻ മോളെ കല്യാണം കഴിഞ്ഞ ചുറ്റുപാടിലാണ്, എവിടേക്കും ഇറങ്ങിയിട്ടില്ല. അല്ല, നിങ്ങളെ മോളെ കല്യാണം ഇപ്പൊ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. ആ, ഞാൻ അത് പറയാൻ വേണ്ടി പോണേനാണ്. ഈ ഞായറാഴ്ച പിറ്റത്തെ ഞായറാഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ വരുവേണ്ടി കല്യാണത്തിന് നാളെ തന്നെ. അല്ല, കല്യാണം പെരയിൽ വെച്ചാ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ചാ? കല്യാണം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. കുട്ടികളൊക്കെ അങ്ങനെ ബാസി പറഞ്ഞപ്പോഴേ അങ്ങനെ ആക്കിയതാ. കുട്ടികൾ പറഞ്ഞ നിർബന്ധത്തിനെ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചാക്കിയാല് അത് വലിയ ചെലവ് വരില്ല. അത് നിങ്ങൾക്ക് താങ്ങോ? ഇന്നെ കൊണ്ട് താങ്ങൊന്നുമില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ തിരുമറി ഇരിക്കാനാണ് ഇപ്പൊ ചേച്ചിൻ്റെത്. ഇവിടെ ഇപ്പൊ മഹല്ല് കമ്മിറ്റിന്റെ കീഴിൽ നിങ്ങളെ കുട്ടീന്റെ കല്യാണത്തിന് വലിയ പിരിവൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കണ്ട് റെഡിയാവും അല്ലേ? അതൊക്കെ തന്നെയാണ് ഇപ്പൊ എന്റെ സമാധാനം. നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ അപ്പോക്ക, പറഞ്ഞോളി. പിരിവൊക്കെ അതിന്റെ ബൈക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹായം ചെയ്തു തരണം. മറ്റേതൊന്നും അറിയാത്തവർക്ക് ഒന്ന് കണ്ടറിഞ്ഞിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്പോക്കാക്ക് ഇട്ടാ ചെയ്തു തരണം. അതാച്ചും ഒന്ന് പറയാനുള്ളത്. ഞാനിപ്പോ മോളെ കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയണത് ഞാൻ ചെയ്തു തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന മാത്രങ്ങൾ കണക്കാക്കണ്ട, ചോദിക്കാൻ പറ്റുന്നവരോടൊക്കെ ചോദിച്ചോളി. ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറ്റിയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടേ സംസാരിച്ചു നോക്കാം. ഞാൻ നാളെ ഇറങ്ങാണ്ടാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മളെ മഹല്ല് കമ്മിറ്റിന്റെ അടുത്തേ കായിന്റെ തളപ്പോണ്ടാണ് ഇപ്പൊ ഇജാതി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടത്. ഈ റബ്ബറൊക്കെ വെറുതെ വെച്ചതല്ലേ. ആ പൈസ ഒക്കെ പാടെ കൂട്ടിക്കാണ്ട് ഒരു ബിൽഡിംഗ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലേ മാസം പള്ളിക്ക് ഒരു വരുമാനം ഉണ്ടായിരുന്നു. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് കെട്ടുക. പക്ഷെ അതാരും കേട്ടില്ല. റബ്ബറിന്റെ വില കൂടി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞത് തന്നെ. നമ്മളെ മാലിന്നേ പിരിച്ച പൈസ അല്ലേ, അതിപ്പോ എന്തേലൊക്കെ കാട്ടിക്കൂട്ടാൻ എല്ലാവർക്കും ഉപയോഗിക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് എല്ലാ മാലിന്യരും ചെയ്യുന്ന ഒരു പരിപാടിയാണേനും. അല്ല, നമ്മളിപ്പോ അബുവിന്റെ കുട്ടീന്റെ കല്യാണം ഉണ്ടല്ലോ പെണ്ണിന്റെ, അതിനിപ്പോ പള്ളി കമ്മിറ്റിന്ന് ഒരു പിരിവൊക്കെ നടത്തിയിരുന്നു. പൈസ വല്ലതും കിട്ടിക്കണോ? എന്തേലും അറിഞ്ഞോണോ? അതിന്റെ കഥ ഞാൻ പറയണച്ചിട്ട് തന്നെയായിരുന്നു. ആകെ 2.25 ലക്ഷം ഉറുപ്പ്യാണ് എഴുതിയിട്ടുള്ളത്. അതിൽ കുറെയൊക്കെ കായ് കിട്ടാനുമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇനി വലിയൊരു സംഖ്യ ഒന്നും ഇപ്പൊ പിരിഞ്ഞു കിട്ടും തോന്നില്ല. കല്യാണം ഇവിടെ അടുത്തും ചെയ്തു. പിന്നെ അബുവിന്റെ കാര്യത്തിൽ അങ്ങനെ ആർക്കും വലിയൊരു താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. അബുവിനോടേ ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ കുട്ടികളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ടാണ് ആൾക്കാർക്ക് പറ്റാത്തത്. കുട്ടികളൊക്കെ വല്ല കിളിയമണ്ണിലെ കുട്ടികൾ നടക്കും പോലെയല്ല നടക്കേണ്ടത്. അതൊക്കെ എനിക്കും തോന്നിയിരുന്നു. ആ കുട്ടികൾ ചുണ്ടൊക്കെ ചെയ്യിപ്പിച്ച് വലിയ പേഷനിൽ ഇങ്ങനെ നടക്കുമ്പോഴേ ചെറിയൊക്കെ അതായിരിക്കും. പക്ഷെ എന്നാലും ആ കുട്ടീനെ ഇറക്കി ആക്കണ്ട എങ്ങനെയെങ്കിലും. ഇന്നത്തെ കാലത്തെ ഒരാളിൽ നിന്ന് 10 ഉറുപ്പ്യ കിട്ടണമെങ്കിലേ ഒരു സാധുവായിട്ട് നടക്കണം, അല്ലെങ്കിൽ ആരും തരൂല. അബുവിന്റെ കാര്യത്തിലാണ് വല്ലാത്തൊരു വിഷമം. ഞാൻ ഇന്നെക്കൊണ്ടേ കജന് എന്തെങ്കിലും സഹായം കൊടുക്കണം എന്ന് വിചാരിച്ചേക്കണം. അല്ല, പെൺകുട്ടികൾ ഇങ്ങനെ നടക്കണിപ്പോ ആ സാധു അബു എന്ത് വെച്ചു? ഞാന് എല്ലാരോടും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആരും സഹകരിക്കണില്ല. എന്താ ചെയ്യുക? എന്തായാലും കിട്ടണ പൈസ നമുക്ക് പിരിച്ചു കൊടുക്കാം. നമ്മളാൾ കയ്യിൽ എന്തേലൊക്കെ ചെയ്തും കൊടുക്കാം. അതിന്റെ പുറത്ത് ഇതൊക്കെ അല്ല ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഓരോ മാലിലൊക്കെ കജ്ജന്റെ മാറി ആൾക്കാർ പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ മാലിലാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടലൊക്കെ ഉള്ളത്. എന്താ സുക്കൂറ ഇവിടെ ഇരിക്കണോ? ഞാനേ ആ സൗക്കത്തിങ്ങോട്ട് വരാറുണ്ടേനു. ഓനെ കാത്തിക്കാണ്. ഇന്ന് ക്രിക്കറ്റ് ഉണ്ടല്ലോ. എടാ, ഇക്കും വരാൻ പോകുന്നുണ്ടായിനോ? അപ്പോഴാണ് എന്റെ അയൽവാസി കഥയമാത്തല്ലേ അത് വിളിച്ചത്. അതിന് മര്യാദ പേരിനുണ്ടാവാണല്ലോ. അതിന് 5 കിലോ വെച്ചെടുക്കണ്ടേനോ? എനിക്ക് ഈ പേരിലുണ്ടോക്കും മുടിയാഴ്ചയിലുള്ള ബിരിയാണി ഇപ്പൊ കിട്ടുള്ളൂ. അനീഫാക്കാരുടെ കല്യാണത്തിന്റെ വെപ്പേരെ കണ്ടച്ച് ഏതാ ടീം എടുക്കുക. ഫുഡ് ആണെങ്കിലും അടാറ് ടേസ്റ്റും. ഇജ് ഒന്ന് മാറ്റി കുടിച്ച അതിന്റെ ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റണം. എന്നാലും എനിക്കൊക്കെ ഈ ഇതേമാതിരിയുള്ള വലിയ പരിപാടി കിട്ടുള്ളൂ. ഇത് പറഞ്ഞ കാര്യത്തിലുള്ള മനസ്സിലായിക്കണോ?
ഇത് ഞാൻ വെക്കണ ബിരിയാണി നല്ലോണം തിന്നലുണ്ട്, പിന്നെ അതിന്റെ പുറമെ കീസിലായിട്ട് കൊണ്ടുപോക്കുന്നുണ്ട്. അനീഫാക്കാന്റെ കല്യാണം എന്ന് പറഞ്ഞാലേ അത് നല്ലോണം കായാവും, അമ്മാരി വെപ്പേരാണ്. നമ്മൾ തന്നെ ഈ സാധാരണക്കാർക്ക് ചെറുമട്ടത്തിൽ വെച്ചുകൊടുക്കുന്ന ആളാണ്. അതിനുള്ള ചെറിയ പൈസ ഞാൻ ആൾക്കാരെ വേങ്ങലുള്ളൂ. അന്റെ ബിരിയാണി ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ഞാൻ തമാശ പറഞ്ഞാട്ടോ, ഈ കാര്യത്തിൽ എടുക്കണ്ട. പിന്നെ ആ അബോക്കാന്റെ കല്യാണത്തിന് വെപ്പിച്ച അയാളെ മോളെ കല്യാണല്ലേ, അയാളിനോട് പറഞ്ഞിനു. അത് ഞാൻ പൈസ വേങ്ങാൻ ചെയ്തു കൊടുക്കാന്ന് കരുതിണ്ട്. പിന്നെ അയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചോക്കും. അയാളൊരു പാവാണ്, ഇത് ഫ്രീ ആയിട്ട് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. പിന്നെ അയാളെ മക്കളുണ്ടല്ലോ, അറ്റിങ്ങൾ വിചാരം അറ്റിങ്ങൾ വലിയ വിയപ്പുകളാണ്. അറ്റിങ്ങളേക്കാരും എന്നെ കൊണ്ട് വെപ്പിച്ചെന്നു പാപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടികളെ കാര്യം ഇതിനോട് പറയണ്ട, ഓല ആരെ കൊണ്ടേലും വെപ്പിച്ചോടെ ഒരു കുഴപ്പമില്ല. അറ്റിങ്ങൾ കുറച്ച് ചൊറുക്കുണ്ടെന്നുള്ള അഹങ്കാരാണ്. അറ്റിങ്ങൾ പൈസ ഉള്ളൊരു പേരിലാണെന്നുണ്ടെങ്കിൽ എന്തേക്കാരും ജാട ഭൂലോക ജാടൻ എങ്ങനെയാ പെൺകുട്ടികൾക്കൊക്കെ. ഞാൻ ആ രണ്ടാമത്തെ കുട്ടിന്റെ പിന്നാലെ കുറെ പ്രേമിച്ച് നടന്നു നോക്കി, ആ പെണ്ണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നെ. ഇജ്ജും നടന്ന അറ്റിങ്ങളെ പിന്നാലെ? ഈ മാലിൽ ഞാൻ മാത്രമേ അറ്റിങ്ങളെ പിന്നാലെ നടക്കാത്തുള്ളൂ. പിന്നെ പിന്നാലെ കാര്യമില്ലെന്ന് എനിക്കറിയാം. ചൊറുക്കൊണ്ട് നമ്മൾ ആരും അറ്റിങ്ങൾ ഒപ്പത്തൂല. വല്ലാതെ അത് ചൂട്. അപ്പൊ ഇത് കുടിയെന്നല്ലേ അപ്പൊ വരണ്ട്? കുടിയെന്നല്ല, കല്യാണം പറിച്ചില്ലല്ലേ, ഞാൻ ഒറ്റക്കല്ലേ പായാനുള്ളൂ. രാവിലെ ഇറങ്ങിക്കൂടി ഞാന്. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എവിടെ എത്തി അപ്പോ? പിന്നെ എന്റെ മറിയം കൂടെ വന്നിരുന്നു കല്യാണം പറയാനാണ് കണ്ടേ. ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങാടിക്ക് ഇറങ്ങിയിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ നബീസ് എന്നോട് പറഞ്ഞത് പിന്നെ ഇജ്ജുഞ്ഞിപ്പോ ഒന്നും കൂടി കല്യാണം പറയാൻ വേണ്ട ആവശ്യമൊന്നുമില്ല. വരാൻ ഞാൻ പറ്റൂല, നമ്മളുള്ള ബന്ധം അങ്ങനൊന്നും അല്ലല്ല. ഓൾ വേണ്ടത് വേറെ, ഞാൻ വേണ്ടത് വേറെ. സംഗതിയൊക്കെ ഒന്നേയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇപ്പൊ കല്യാണം പേരിൽ വെച്ചിക്കാണ്ടെന്നല്ലേ? മറിയമ്മ എവിടെ വെച്ചിട്ടാന്നുള്ള തീരുമാനം ആയിട്ടില്ലാന്ന് നബീസിനോട് പറഞ്ഞിന്ന് പറഞ്ഞു. പണ്ടത്തിന്റെ കാര്യമൊക്കെ റെഡി ആയോ? കല്യാണം പെരി വെച്ചിട്ടാണ് ചെയ്യാന്ന് കരുതുന്നത്. അവ കുട്ടികൾക്കൊക്കെ ഒരു മടിപ്പ്, അത് ഓഡിറ്റോറിയത്തിൽ തന്നെ ആക്കണം, ചങ്ങാഴ്ചയൊക്കെ തരാനുള്ളതാണ്. നമ്മളെ പെരിക്കൊക്കെ ഒരു മോശത്തേരാണ് ഈ കാരണമൊക്കെ പറഞ്ഞപ്പോഴേ അത് ഓഡിറ്റോറിയത്തേക്കാണ് ആക്കിയിരിക്കുന്നു. പിന്നെ ഇപ്പൊ പണ്ടത്തെ കാര്യം ഒരു 5-6 പവൻ അവിടെ ഉണ്ട് നുള്ളിപ്പിച്ചാല് അതാണ് കൊടുക്കണം. ഒരു കണക്കൊക്കെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഓഡിറ്റോറിയത്തിലൊന്നും ആക്കണ്ടേന്നില്ലെന്ന എന്റെ അഭിപ്രായം കേട്ടോ. ആരെയും ഒരു 10 ഉറുപ്പ്യ തരണ്ട കൂടി ഇല്ലാതാവും ഈ ഓഡിറ്റോറിയം ആവുമ്പോള്. പെരിയിലാവുമ്പോളേ അത് ചെറുതായിട്ട് കുറഞ്ഞ ചെലവിൽ കഴിച്ചും ചെയ്യുന്നു. അങ്ങനെ ആക്കിക്കൂടെ കുട്ടികളെ വാക്ക് കേട്ട് നിന്നാലേ ഒരു സംഗതി നടക്കൂല കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളെ യൂസുഫ് ഉണ്ട് പന്തപ്പണിക്കാരൻ, ഓൻ വന്നീന്നു വന്നുകാണ്ടൊക്കെ അളന്നൊക്കെ എടുത്ത് പോയതാ. അത് കുറഞ്ഞ കായ്ക്ക് ഞാൻ ഇട്ടുതരാന്നും പറഞ്ഞു. അപ്പൊ എന്റെ കുട്ടികൾക്ക് അത് തട്ടിക്കൂടാ. ഞമ്മക്കത് ഓഡിറ്റോറിയത്തിൽ തന്നെ ആക്കണം. അതിന് നമ്മളെ പെരിയക്ക് മര്യാദക്ക് വണ്ടി വരൂല. അങ്ങനെ അഭിപ്രായേ കുട്ടികൾ പറഞ്ഞപ്പോ എന്റെ ഓഡിറ്റോറിയം തന്നെ നിശ്ചയിച്ചു. 10,000 ഉറുപ്പ്യ വരുമല്ല. 10,000 ഉറുപ്പ്യക്ക് ഓഡിറ്റോറിയം ഏൽപ്പിച്ചോ? അനക്കെന്നാലേ നമ്മളാ പറമ്പുച്ചിക്കത്തെ അൽബേദിന്റെ ഓഡിറ്റോറിയം ഏൽപ്പിച്ചാ മതിയേനു. കുറഞ്ഞ കായ് അയാൾക്ക് കൊടുത്താൽ മതി. അവിടെ ക്ലീൻ ആക്കാനുള്ള കായൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് മേടിച്ചുള്ളൂ, അല്ലാതെ തോന്നുന്ന ആൾ മേടിച്ചില്ല. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ചതല്ല, എന്റെ വലിയ മരുവാന്റെ പണിയാണ്. എന്നപ്പോ കായ ഒരാളും കൊടുക്കൂല, അത് ഞാൻ തന്നെ ഉണ്ടായി കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പത്തെ ഒരു മുട്ടിപ്പാട്ട് തന്നെ അത് ഏൽപ്പിച്ചോക്കുന്നതാണ്. ഒക്കെ കൂടെ ഒക്കെ എന്റെ നിലയൊക്കെ വരിക. എന്റെ വലിയ മരുവനെ പറഞ്ഞാലേ ആ തടിച്ചിട്ടുള്ള ഓനല്ലേ, ആ ഓന്റെ അടുത്തൊക്കെ അത്യാവശ്യം കായുണ്ടല്ലോ. വയനാട്ടിൽ പോകാൻ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ജനങ്ങൾ പറഞ്ഞേക്കാം. എന്തായാലും സത്യാവസ്ഥ ഇച്ച അറിയില്ല, അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് വീരാക്ക ഓരോ കുടുംബസ്വത്തല്ലേ, അതിപ്പോ ഓനേ ഏത് കാലം കിട്ടണമെന്ന് വെച്ചിരിക്കണം. ഓ മര്യാദക്ക് ചെരുപ്പിടൂല്ലോ, ഒരു ആവായി തേങ്ങ ആവായി ആയിട്ട് വരികയല്ലേ. ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചു എത്ര കായും വേണം പാപ്പാനത്തുണ്ടായിട്ട് വല്ല കാര്യം. അതൊക്കെ എന്റെ കയ്യിൽ വരും. മരക്കളൊക്കെ എല്ലാം ഏൽപ്പിച്ചു, കായ് ജന കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇത് പറഞ്ഞിട്ടത്. എൻ്റെ അടുത്ത് വല്ലതും ഉണ്ടപ്പോ ഇതിനൊക്കെ. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ കെട്ടിച്ചാലായാലും കെട്ടുകയാണെങ്കിലും ഓൽക്ക് ഒസുവാസ് വല്ലാതെ കാരം. മഞ്ഞ കല്യാണം, പാട്ടുപെട്ടി, പിന്നെ ഓഡിറ്റോറിയം അജ്ജ് പറഞ്ഞ മാതിരി ക്യാമറക്കാര് എല്ലാം മാണ്ടി വരും. അതിനനുസരിച്ചൊക്കെ നമ്മൾ തുള്ളാൻ നിന്നാലേ നമ്മളെടുത്ത് ചെക്കിളി അത്യാവശ്യം മാണ്ടി വരും. കായൊന്നും കയ്യിലില്ല, ഈ നാട്ടുകാരെന്തെങ്കിലും തരും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞാലേ ഇപ്പൊ എന്നാളാ അനീപ്പാന്റെ കല്യാണം കഴിഞ്ഞല്ലോ. അത് എന്റെ മോളെ ചങ്ങാഴ്ച. അപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ ഓരോരോ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് ഓൾക്ക് അറിയില്ല ഇപ്പൊ ബെത്ത സ്ഥിതി. ഞമ്മക്ക് ഈ കണ്ട സംഗതിയൊക്കെ ആ പരിപാടിക്ക് വന്ന ആൾക്കാരെ തന്നെ ഏൽപ്പിച്ചാന്നപ്പോ ഓരിട്ട പ്ലാനാണ്. അപ്പൊ ഞാനിപ്പോ എത്ര പേര് കാട്ടുക. ഹനീഫാന്റെ മോളെ കിട്ടിച്ച കല്യാണത്തിന് ചെയ്ത മാതിരിയൊക്കെ പിച്ച് ചെയ്യാൻ പറ്റുമോ? ഓനെന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ്. ആ ഇവിടെ ഒന്നല്ല, എവിടൊക്കെ ഉള്ളത് അറിയാം, കോടികളുടെ ഇടപാടാണ്. അപ്പൊ ഓൾക്ക് എത്ര ചെലവാക്കാം, മടിച്ചേണ്ട ആവശ്യമില്ല.
ഞാൻ ഇച്ചാകെയുള്ള പരീക്ഷ ഈ നാട്ടുകാരാണ്. അപ്പൊ ഞാൻ എത്ര ചെയ്യാ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഇപ്പൊ എനിക്കൊരു പുത്തുമില്ല. ആ കാര്യത്തിൽ ഇപ്പൊ വിഷമിച്ചിരിക്കുകയാണ്. അനീപ്പ മോളെ കല്യാണം നടത്തിയ മാതിരിയൊന്നും ഇജ്ജ് കല്യാണം നടത്താൻ നിക്കണ്ടോ. ഓനെന്ന് പറഞ്ഞാൽ നല്ല കായുണ്ട്. ഇജ്ജിപ്പോ ഈ 1 ഉറുപ്പ്യക്ക് ഓരോ തേങ്ങ ഒളിച്ചിക്കാണ് ഉണ്ടാക്കേണ്ട കായാണ്. അതേറ്റൊക്കെ ഇങ്ങനെ ബമ്പ് കൂട്ടിയാലേ അവസാനം പടുകുച്ചു ചാടും. പണ്ടുകൊണ്ട് ഇപ്പൊ തന്നെ ചാടിയിരിക്കണം. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാൽ അവിടേക്ക് എത്തണുള്ള പോയാലും. പിന്നെ ഞാൻ ജ്വല്ലറിയിലേ കുറച്ച് ഒരു ബെട പറഞ്ഞേക്കണം. 2 മാസം കൊടുക്കുള്ളൂ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മാസം തരാറിനേക്കണം. അതിങ്ങനെ പെട്ടെന്ന് ആയി വരും. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ബേജാറ്. ഞാൻ പറയാനുള്ളത് പറയാട്ടോ. വലിയ പൈസക്കാരെ താളത്തിനനുസരിച്ച് നമ്മൾ തുള്ളിയാലേ നമ്മളെ കുട്ടിയാക്കാക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. വലിയ കാര്യമുള്ളവർ ചെയ്തോട്ടെ, ഓരോരുത്തർ കാര്യമുണ്ടായിട്ടാണ്. നമ്മളടുത്ത് അതൊന്നും ഇല്ല. ആ ഒരു ചിന്ത ഉണ്ടായിക്കോട്ടെ എനിക്ക് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു പോട്ടെ. നിങ്ങൾക്ക് ദ്വാരക്കി ആ 10-ാം തീയതി കല്യാണം പറയാൻ പറഞ്ഞേക്കണം. വരുന്ന ആറാഴ്ച വിറ്റത്തെ ആറാഴ്ച നമ്മളെ കല്യാണം. നാളത്തെ എല്ലാവരും ഒന്ന് വരിക. മറിയമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കണ്ട, എല്ലാവരും കൂടിയാണ് വരി. പിന്നെ നാട്ടിൽ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് നല്ല രീതിയിൽ കണ്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്ടി. 10 ഉറുപ്പ്യ എങ്ങനെയൊക്കെ തരേണ്ടത് ഇല്ലാതാവണ്ടല്ലോ. വേറൊരു കാര്യണ്ട്. ഞാനേ ഇത് സാധനേ എത്താടത് ഇതിന്റെ ആ 4 സെന്റ് പേരന്റെ ആധാരാണ്. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്? ഞെക്കണ്ട കാലൊക്കെ ആയിട്ട് എന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് 10 ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല. 4 ഞാൻ ഇപ്പൊ കെട്ടിച്ചു. ഒക്കെ മട്ടത്തിൽ ഞാൻ ചെയ്തേക്കണം. പക്ഷെ ബാങ്കിക്ക് എന്തായാലും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഇതാണ് വെച്ചുകൊണ്ട് ഇച്ചൊരു 3 ലക്ഷം ഉറുപ്പ്യ എന്റെ ഈ പരിപാടിക്ക് നിങ്ങൾ തരണം. അതിപ്പോ നിങ്ങൾ നല്ല ബന്ധം കൊണ്ട് പറയാം. എത്തൊക്കെ ജി പറയേണ്ടത്? ഈ ആധാര കവറിലിട്ട ആധാരൊക്കെ ആയിട്ട് ഇന്ത്യത്ത് കായ്ക്കാൻ നിൽക്കണം. ഞാൻ പൈസ കൊടുക്കണ പരിപാടി വെച്ച് പടേ കുറച്ചാണ്. ഞാൻ അത് വിചാരിച്ചിട്ടൊന്നുമല്ല. അത് എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഇക്കാര്യം അങ്ങനെ തൊടാരിച്ചു എന്നുള്ളത്. ഈ ആധാരൊക്കെ ജയ് എന്റെ കുടി കൊണ്ടേക്കാണ്ട് പാത്തച്ചാളെ ഇച്ച് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എനിക്കേ എന്റെ കല്യാണത്തിന് കുറച്ച് പൈസ തരാം. സാറിപ്പാ ഇജ്ജ് ഉമ്മമാനോടേ ഇപ്പാന്റെ ആ ബാഗ് ഉണ്ട് ആൾമറിയില് അതൊരു എടുത്തു തരാൻ പറഞ്ഞ. ഞാൻ പിന്നെയും പറയാനുണ്ടാവോ, ഇജ്ജ് കല്യാണം വലിയ പമ്പില് കഴിച്ചണ്ട. നാട്ടുകാര് തന്റെ കായേറ്റാണ് ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഞാൻ തന്ന കണക്ക് പറയല്ലട്ടോ എന്നോട്. ആരെ പേടിച്ചില്ലെങ്കിൽ പഠിച്ചോനെ പേടിച്ചണം. ഈ 10 ഉറുപ്പ്യ തന്റെ നാട്ടുകാരെയും പേടിച്ചണം. ഞാൻ അതേമാതിരിക്ക് തന്നെ കഴിച്ചുകൊള്ളു. ഞാൻ ഓരോ ആ മാഞ്ഞാളത്തിന് ഞാൻ നിർത്തില്ല. ഇതാബോ 2.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഇത് നിങ്ങൾ തിരിച്ചു തരാനേ പക്ഷെ ഒരു വലിയ ബേദം തരണം. ഇതിന് ബേഡിയും കോടിയൊന്നും വേണ്ട. ഇത് എന്റെ ഭാഗ്യാണ്. എനിക്ക് കല്യാണമൊക്കെ ഉസാറായിട്ടാണ് നടക്കട്ടെ. പൊന്നാര മക്കളെ, ഇന്ന കാണണ്ടേ പെൺകുട്ടികളോടാണ് വെച്ച് പറയാനുള്ളത് കേട്ടോ. നമ്മളെ കൂട്ടുകാരത്തിന്റെ കല്യാണം കണ്ടു കാണ്ടേ നമ്മളെ കല്യാണം അത്രയും ഉസാറാക്കണം എന്ന് നമ്മളെ വാപ്പാരോട് പറയുമ്പോഴേ നമ്മളെ വാപ്പാരടുത്ത് 10 ഉറുപ്പ്യ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം നമ്മളെ കൂട്ടുകാരത്തി വലിയ നിലയിലുള്ള കുടുംബത്തിലുള്ള ഈ കാരം നമ്മളെ അന്നാന്ന് അധ്വാനിച്ച് നമുക്ക് ചെലവ് തരേണ്ട ഉപകാരം ഇപ്പൊ അത് ചിലപ്പോൾ ആ രീതിയിലൊന്നും നിങ്ങളെ കല്യാണം നടത്താൻ കഴിയൂല. അപ്പൊ നിങ്ങളതായ രീതിയിലുള്ള ഒരു കല്യാണം നമുക്ക് മതിപ്പ എന്നുള്ള ഒരു സംഗതി ഇപ്പാനോട് പറയണം. അല്ലാതെ വലിയ കല്യാണം കഴിച്ചിട്ടുണ്ട് പരിപാടിക്കൊന്നും നിങ്ങളെപ്പാനൊന്നും എത്തിച്ചത്. കാരണം ആ ചങ്ങായി കുറേ കടും കള്ളിയാക്കി കാണ്ടേക്കാരം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ ഇത് വീട്ടാൻ കഴിയാതെ മൂപ്പര് മരിച്ചു പോയാലേ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞമ്മക്കും വരും. അതുകൊണ്ട് നിങ്ങളെ ബാപ്പാരോട് വാസി പിടിച്ചു കാണ്ടേ ഇന്റെ കല്യാണം അത്ര ഗംഭീരാക്കണം, അത്ര പൗരുണ്ടാക്കണം എന്നൊന്നും നിങ്ങൾ പറയരുത്. അതാണ് ഈ വീരങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.